നമസ്കാരം. അമേരിക്കയുടെ അഹങ്കാരത്തെ പാഠം പഠിപ്പിക്കാൻ ബ്രിക്സ് ഇതാ പുതിയ കറൻസി കൊണ്ടുവന്നിരിക്കുന്നു. ഇത്ര നാളും ലോകത്തെ നിയന്ത്രിച്ചിരുന്നവർക്ക് ഇനി സ്വല്പം റെസ്റ്റ് എടുക്കാം. ഡോളറെ, നിന്റെ കഥ കഴിയാറായിരിക്കുന്നു. ആഗോള ഭൗമരാഷ്ട്രീയത്തെയും നാളത്തെ ലോക സാമ്പത്തിക ക്രമത്തെയും പൂർണ്ണമായി മാറ്റിമറിക്കാൻ പോകുന്ന 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ ഇന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നത്. അമേരിക്കൻ ഡോളറിന്റെ ആഗോള മേധാവിത്വത്തിനുമേൽ വീഴാൻ പോകുന്ന ഏറ്റവും വലിയ പ്രഹരം, അല്ലെങ്കിൽ ഡോളറിന്റെ അപ്രമാദിത്വത്തിന് അന്ത്യം കുറിക്കാൻ പോകുന്ന ആ നീക്കം, അതാണ് ബ്രിക്സ് രാജ്യങ്ങളുടെ ഡോളർ വിരുദ്ധ നീക്കവും ഒരു പുതിയ ബദൽ ആഗോള കറൻസിയുടെ വരവും. റഷ്യ, ചൈന, ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക എന്നീ 5 സ്ഥാപക രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ച ബ്രിക്സ് സഖ്യം ഇന്ന് ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, UAE തുടങ്ങിയ രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തി കൂടുതൽ ശക്തമായി വികസിപ്പിച്ചു കഴിഞ്ഞു. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള കൂടുതൽ പ്രമുഖ രാജ്യങ്ങൾ ഈ സഖ്യത്തിലേക്ക് ചേരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുമുണ്ട്. ആഗോള ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന ലോക GDPയുടെ വലിയൊരു പങ്ക് കൈയാളുന്ന ഈ കൂട്ടായ്മ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഒരൊറ്റ കാര്യമാണ്: ആഗോള വ്യാപാരത്തിൽ നിന്നും സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും അമേരിക്കൻ ഡോളറിന്റെ സ്വാധീനം ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കുക. ഭൗമരാഷ്ട്രീയത്തിൽ ഇതിനെ ഡോളറൈസേഷൻ എന്നാണ് വിളിക്കുന്നത്. എന്താണ് ഈ നീക്കത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം? പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക ഉപരോധങ്ങളെ മറികടക്കാൻ വികസ്വര രാജ്യങ്ങൾ നടത്തുന്ന ഈ സംയുക്ത നീക്കം ആഗോള സാമ്പത്തിക ഘടനയെ എങ്ങനെ മാറ്റിമറിക്കും? ഇതിന്റെ ഓരോ വശങ്ങളും നമുക്ക് വളരെ വിശദമായി തന്നെ പരിശോധിക്കാം. ഇതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അമേരിക്കൻ ഡോളർ എങ്ങനെയാണ് ലോകത്തിന്റെ പൊതു കറൻസിയായി മാറിയതെന്നും അത് അമേരിക്കയ്ക്ക് നൽകുന്ന അമിതമായ അധികാരം എന്താണെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം 1944 നിലവിൽ വന്ന ബ്രെട്ടൺ വുഡ്സ് കരാറിലൂടെയാണ് ഡോളർ ലോകത്തിന്റെ ഔദ്യോഗിക റിസർവ് കറൻസിയായി മാറുന്നത്. അന്ന് അമേരിക്കൻ ഡോളറിന്റെ മൂല്യം സ്വർണത്തിന്റെ നിക്ഷേപവുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ 1971 അന്നത്തെ US പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ഈ സ്വർണ്ണ അടിത്തറ പിൻവലിച്ചു. അതിനുശേഷം 1970കളുടെ മധ്യത്തിൽ അമേരിക്ക സൗദി അറേബ്യയുമായി ഒരു പുതിയ തന്ത്രപ്രധാനമായ കരാറിൽ ഏർപ്പെട്ടു. സൗദി അറേബ്യ തങ്ങളുടെ എണ്ണ ഡോളറിൽ മാത്രം വിൽക്കണമെന്നും പകരം സൗദിക്ക് പൂർണ്ണമായ സൈനിക സുരക്ഷ അമേരിക്ക ഉറപ്പു നൽകുമെന്നുമായിരുന്നു ആ കരാർ. ഇതാണ് പെട്രോ ഡോളർ വ്യവസ്ഥയുടെ തുടക്കം. ലോകത്തിൽ ആർക്ക് എണ്ണ വേണമെങ്കിലും ഡോളർ വേണമെന്ന അവസ്ഥ വന്നതോടെ ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളും തങ്ങളുടെ വിദേശ നാണയ ശേഖരമായി ഡോളർ സൂക്ഷിക്കാൻ നിർബന്ധിതരായി. ഈ ഒരു പദവി ഉപയോഗിച്ച് അമേരിക്ക തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ ലോകത്തിനു മേൽ അടിച്ചേൽപ്പിക്കാറുണ്ട്. തങ്ങൾക്ക് താല്പര്യമില്ലാത്ത രാജ്യങ്ങൾക്ക് മേൽ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുക, അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുക, അന്താരാഷ്ട്ര പണമിടപാട് സംവിധാനമായ സ്വിഫ്റ്റിൽ നിന്ന് അവരെ പുറത്താക്കുക തുടങ്ങിയ കടുത്ത നടപടികൾ അമേരിക്ക കാലാകാലങ്ങളായി സ്വീകരിക്കുന്നുണ്ട്. അമേരിക്കയുടെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് എടുക്കുന്ന പലിശ നിരക്കിലെ മാറ്റങ്ങൾ പോലും ലോകത്തിലെ മറ്റ് വികസ്വര രാജ്യങ്ങളുടെ കറൻസികളെ തകിടം മറിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഈ സാമ്പത്തിക ആയുധമാക്കലിനെതിരെ വികസ്വര രാജ്യങ്ങൾക്കിടയിൽ പുകയുന്ന കടുത്ത അതൃപ്തിയാണ് ഇപ്പോൾ ബ്രിക്സ് രാജ്യങ്ങളെ ഒന്നിച്ചു ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. പ്രത്യേകിച്ച് റഷ്യ-ഉക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യയ്ക്ക് മേൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ കടുത്ത ഉപരോധങ്ങൾ ലോക രാജ്യങ്ങൾക്ക് വലിയൊരു മുന്നറിയിപ്പായിരുന്നു. റഷ്യയുടെ $300 ബില്യൺ വരുന്ന വിദേശ നാണയ ശേഖരമാണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന് ഒറ്റ രാത്രി കൊണ്ട് മരവിപ്പിച്ചത്. കൂടാതെ റഷ്യൻ ബാങ്കുകളെ സ്വിഫ്റ്റ് സംവിധാനത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. നാളെ അമേരിക്കയുമായി എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ തങ്ങളുടെ സമ്പാദ്യവും ഇതേ രീതിയിൽ മരവിപ്പിക്കപ്പെട്ടേക്കാം എന്ന ഭയം ചൈനയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള മറ്റ് വലിയ സമ്പദ് വ്യവസ്ഥകൾക്കുണ്ടായി. സ്വന്തം പരമാധികാരവും സുരക്ഷയും മുൻനിർത്തി ഡോളറിനെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കണമെന്ന് ഈ രാജ്യങ്ങൾ തീരുമാനിച്ചതിന്റെ പ്രധാന പശ്ചാത്തലം ഇതാണ്. ബ്രിക്സ് രാജ്യങ്ങൾ പ്രധാനമായും 2 രീതിയിലാണ് ഈ ഡോളർ വിരുദ്ധ നീക്കം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ ആദ്യത്തേത് സ്വന്തം പ്രാദേശിക കറൻസിയിലുള്ള വ്യാപാരം ശക്തിപ്പെടുത്തുക എന്നതാണ്. ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള എണ്ണ വ്യാപാരം. ഉപരോധങ്ങൾ കാരണം റഷ്യക്ക് ഡോളറിൽ ഇടപാട് നടത്താൻ കഴിയാതെ വന്നപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് വൻതോതിൽ ക്രൂഡ് ഓയിൽ വാങ്ങിയത് ഇന്ത്യൻ രൂപയിലും റഷ്യൻ റൂബിളിലുമായിരുന്നു. അതുപോലെ തന്നെ ചൈനയും റഷ്യയും തമ്മിലുള്ള വ്യാപാരത്തിന്റെ വലിയൊരു പങ്കും ഇപ്പോൾ നടക്കുന്നത് ചൈനീസ് യുവാനിലും റൂബിളിലുമാണ്. സൗദി അറേബ്യയും UAEയും തങ്ങളുടെ എണ്ണ വ്യാപാരം ഡോളറിന് പുറമെ മറ്റ് കറൻസികളിലേക്ക് മാറ്റാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചതും ഇന്ത്യയും UAEയും തമ്മിൽ രൂപയിൽ എണ്ണ വ്യാപാര കരാറുകൾ ഒപ്പിട്ടതും വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെയും ഏറ്റവും തന്ത്രപ്രധാനവുമായ നീക്കം ബ്രിക്സ് രാജ്യങ്ങൾ ഒന്നിച്ച് ഒരു പുതിയ ആഗോള ഡിജിറ്റൽ കറൻസി അല്ലെങ്കിൽ ആസ്തി അധിഷ്ഠിത കറൻസി രൂപീകരിക്കാൻ നടത്തുന്ന ശ്രമങ്ങളാണ്. ഇതിനെ R5 പദ്ധതി എന്ന് വിളിക്കാറുണ്ട്. സ്വർണത്തിന്റെയോ വെള്ളി പോലെയുള്ള മറ്റ് വിലയേറിയ ലോഹങ്ങളുടെയോ അല്ലെങ്കിൽ അപൂർവ ഭൂമി ധാതുക്കളുടെയോ യഥാർത്ഥ മൂല്യത്തെ അടിസ്ഥാനമാക്കി
ഒരു പുതിയ കോമൺ കറൻസി കൊണ്ടുവരാനാണ് ബ്രിക്സ് ആലോചിക്കുന്നത്. ഇത് കേവലം പേപ്പർ കറൻസി ആയിരിക്കില്ല, മറിച്ച് ഡിജിറ്റൽ ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കിയുള്ള ഒരു അന്താരാഷ്ട്ര പേയ്മെന്റ് സംവിധാനമായിരിക്കും. ഇതിലൂടെ അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള സ്വിഫ്റ്റ് നെറ്റ്വർക്കിന് പകരമായി തികച്ചും സ്വതന്ത്രമായ ഒരു സാമ്പത്തിക ഇടനാഴി നിർമ്മിക്കുകയാണ് ഈ രാജ്യങ്ങളുടെ ലക്ഷ്യം. ഇത്തരം ഒരു പുതിയ കറൻസി വ്യവസ്ഥ നിലവിൽ വന്നാൽ അത് അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ വളരെ വലുതായിരിക്കും. ഒന്നാമതായി, അമേരിക്കൻ ഡോളറിന്റെ ഡിമാൻഡ് ആഗോള വിപണിയിൽ കുത്തനെ ഇടിയും. ലോകരാജ്യങ്ങൾ തങ്ങളുടെ റിസർവുകളിൽ നിന്ന് ഡോളർ ഒഴിവാക്കി പുതിയ ബ്രിക്സ് കറൻസി സൂക്ഷിക്കാൻ തുടങ്ങിയാൽ അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ കടുത്ത പ്രതിസന്ധിയിലാക്കും. അമേരിക്കയ്ക്ക് തങ്ങളുടെ കടങ്ങൾ അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയാതെ വരികയും അവിടെ വലിയ രീതിയിലുള്ള പണപ്പെരുപ്പത്തിനും ഡോളറിന്റെ മൂല്യ തകർച്ചയ്ക്കും ഇത് കാരണമാവുകയും ചെയ്യും. പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മറ്റ് രാജ്യങ്ങൾക്ക് മേൽ അനായാസം ഏർപ്പെടുത്താൻ കഴിഞ്ഞിരുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ പൂർണ്ണമായും ഫലപ്രദമല്ലാതായി മാറും. ഇത് ആഗോള രാഷ്ട്രീയത്തിലെ പാശ്ചാത്യ മേധാവിത്വത്തിന് വലിയൊരു തിരിച്ചടിയാകും. എന്നാൽ ഒരു പുതിയ ബ്രിക്സ് കറൻസി യാഥാർത്ഥ്യമാകുന്നതിന് മുന്നിൽ വലിയ വെല്ലുവിളികളും ആഭ്യന്തര തർക്കങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം ബ്രിക്സ് സഖ്യത്തിനുള്ളിലെ രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. പ്രത്യേകിച്ച് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങളും തന്ത്രപരമായ മത്സരങ്ങളും. പുതിയൊരു കറൻസി വരുമ്പോൾ അതിൽ ചൈനയുടെ കറൻസിയായ യുവാൻ ആയിരിക്കും കൂടുതൽ മേധാവിത്വം ലഭിക്കുക എന്ന വലിയൊരു ആശങ്ക ഇന്ത്യക്കുണ്ട്. ചൈനയുടെ സാമ്പത്തിക അധിനിവേശത്തെയും കറൻസി കൃത്രിമത്വങ്ങളെയും ഇന്ത്യ എപ്പോഴും പ്രതിരോധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനീസ് കേന്ദ്രീകൃതമായ ഒരു പുതിയ നാണയ വ്യവസ്ഥയോട് ഇന്ത്യക്ക് പൂർണ്ണമായി യോജിക്കാൻ കഴിയില്ല. ഇന്ത്യ താല്പര്യപ്പെടുന്നത് പുതിയൊരു കറൻസി എന്നതിനേക്കാൾ രൂപയിലുള്ള അന്താരാഷ്ട്ര വ്യാപാരം വർദ്ധിപ്പിക്കാനും രൂപയെ ഒരു ആഗോള കറൻസിയാക്കി മാറ്റാനുമാണ്. അതുപോലെ തന്നെ ബ്രസീലും ദക്ഷിണാഫ്രിക്കയും തങ്ങളുടെ സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം തീരുമാനങ്ങളിലേക്ക് കടക്കൂ. ഓരോ രാജ്യത്തിന്റെയും പണനയം, പലിശ നിരക്കുകൾ, സാമ്പത്തിക വളർച്ച, പണപ്പെരുപ്പ നിരക്കുകൾ എന്നിവ തികച്ചും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയന്റെ യൂറോ പോലെ ഒരൊറ്റ കറൻസിയിലേക്ക് വരിക എന്നത് അതീവ സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരൊറ്റ കേന്ദ്ര ബാങ്കും സമാനമായ സാമ്പത്തിക ഘടനയും ഉണ്ടായിരുന്നു. എന്നാൽ ബ്രിക്സ് രാജ്യങ്ങൾ ഭൂമിശാസ്ത്രപരമായും സാമ്പത്തികമായും വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വർഷങ്ങളുടെ കൃത്യമായ ആസൂത്രണവും കടുത്ത സാമ്പത്തിക പരിഷ്കരണങ്ങളും ആവശ്യമാണ്. എങ്കിലും ഡോളർ വിരുദ്ധ നീക്കം എന്നത് ഇനി തടയാൻ കഴിയാത്തൊരു യാഥാർത്ഥ്യമായി മാറിക്കഴിഞ്ഞു. പുതിയൊരു പൊതു കറൻസി പെട്ടെന്ന് പ്രാബല്യത്തിൽ വന്നില്ലെങ്കിൽ പോലും ഉഭയകക്ഷി വ്യാപാരങ്ങളിലൂടെയും പുതിയ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങളിലൂടെയും ഡോളറിന്റെ ഉപയോഗം ലോകത്ത് അതിവേഗം കുറഞ്ഞു വരികയാണ്. ഒരു കാലത്ത് ലോക വ്യാപാരത്തിന് 80% ഡോളറിലായിരുന്നു നടന്നിരുന്നതെങ്കിൽ ഇന്ന് അത് 70% താഴേക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വികസ്വര രാജ്യങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക ആധിപത്യത്തിന് മുന്നിൽ ഇനി എപ്പോഴും തലകുനിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് ബ്രിക്സിന്റെ ഈ മുന്നേറ്റം നൽകുന്നത്. ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് പോലെയുള്ള ബ്രിക്സിന്റെ സ്വന്തം സാമ്പത്തിക സ്ഥാപനങ്ങൾ ലോക ബാങ്കിനും IMF-നും ബദലായി വളർന്നു വരുന്നതും ഇതിന്റെ തെളിവാണ്. ചുരുക്കത്തിൽ ലോകം ഇപ്പോൾ ഒരു ഏകധ്രുവ സാമ്പത്തിക ക്രമത്തിൽ നിന്നും ബഹുധ്രുവ ലോകക്രമത്തിലേക്ക് അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വലിയ മാറ്റത്തിന്റെ മുൻനിരയിലാണ് ബ്രിക്സ് സഖ്യം നിലയുറപ്പിച്ചിരിക്കുന്നത്. അമേരിക്കൻ ഡോളറിന്റെ സിംഹാസനം പൂർണ്ണമായി തകർന്നടിയാൻ ഇനിയും സമയമെടുക്കുമെങ്കിലും അതിന്റെ അടിത്തറ ശക്തമായി ഇളക്കാൻ ഈ വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. വരും വർഷങ്ങളിൽ അന്താരാഷ്ട്ര വ്യാപാര രംഗവും രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും എങ്ങനെ മാറ്റിമറിക്കപ്പെടുമെന്നത് ഈ നീക്കങ്ങൾ കൃത്യമായി നിർണ്ണയിക്കും. ഈ തന്ത്രപ്രധാനമായ വിഷയത്തെക്കുറിച്ചും ആഗോള സാമ്പത്തിക മാറ്റങ്ങളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ കൃത്യമായ വിലയിരുത്തലുകളും അഭിപ്രായങ്ങളും താഴെ കമന്റായി രേഖപ്പെടുത്തുമല്ലോ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.